ഓഫ് എനിക്ക് വയ്യ. എന്താണ് വിശേഷങ്ങൾ? സുഖം. സുഖം. അപ്പോ എന്താ ഇവിടെ എന്താ പരിപാടി? ഇവിടെ എന്താണ് പരിപാടി എന്നല്ലേ? ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ. നിങ്ങൾ അല്ല, എല്ലാ ഓണത്തിനും ഞങ്ങൾ വരുമ്പം എന്തെങ്കിലും ഉണ്ടാവും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. യു വിൽ ബി ഗെറ്റിംഗ് സംതിങ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഉണ്ടാവും. വെറുതെ വരില്ലല്ലോ അങ്ങനെ. അപ്പൊ ഇപ്രാവശ്യം അതിനുവേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ പറയൂ, ഈ ഓണം സ്പെഷ്യൽ. ഈ ഓണം സ്പെഷ്യൽ ആവുന്നത് ഇപ്പോ എനിക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈ ഓണം സ്പെഷ്യൽ ആയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ, അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ വാസന്തി ഓണത്തിനാണ്. അതെ, 16 സ്റ്റാർട്ട് ചെയ്തു, 19 അവാർഡ് കിട്ടി. അത് ഈ ഓണത്തിനാണ് ആളുകളിലേക്ക് എത്തുന്നത്. മനോരമ മാക്സിലൂടെ നമ്മൾ സ്ട്രീം ചെയ്യാണ്. അപ്പൊ അത് പ്രതീക്ഷിക്കാതെ ഓണത്തിന് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു എനിക്ക്. തീർച്ചയായിട്ടും എനിക്ക് കുറെ ആഗ്രഹമായിരുന്നു അത് എല്ലാരും കാണണം. കറക്റ്റ് ടൈമിൽ തന്നെ റിലീസ് ആകുന്നുണ്ട്. അതെ. അപ്പൊ അതിന്റെ പ്രൊമോഷൻ ഒക്കെയാണ് ഇവിടെ പ്രൊമോഷൻ നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഓർത്തുന്ന പിന്നെ കുറച്ച് ഗിഫ്റ്റ് ആയിട്ട് വന്നേക്കാം. ഓണമല്ലേ? ഓണമല്ലേ? ഇപ്രാവശ്യം എന്താ, ഓണക്കോടിയാണോ ഓണം സ്വർണ്ണമാണോ? പക്ഷെ അന്നത്തെ അടിപൊളിയല്ലേ? അന്നത്തെ ഓണക്കോടി എന്താ, ഞാൻ 1-2 ഫോട്ടോഷൂട്ട് ഓണം റിലേറ്റഡ് അതിനൊക്കെ ഉപയോഗിച്ചു. നല്ലായിരുന്നു, നല്ല ഓണക്കോടിയായിരുന്നു. ഇപ്രാവശ്യം സാരിയാണോ ചുരിദാറാണോ? നമുക്ക് നോക്കാം എന്താണ്. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഓ, അങ്ങനെയാണോ? യെസ്. അപ്പോ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം സ്പെഷ്യൽ നമ്മൾ തരാൻ പോവുകയാണ്. Are you excited? I know you are excited. എക്സൈറ്റഡ്. എനിക്ക് എപ്പോഴും സമ്മാനങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സർപ്രൈസ് എവിടുന്ന് കിട്ടിയാലും. അതെ അതെ അതെ, അതും സർപ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് ഞാൻ ഇന്റർവ്യൂല് പറഞ്ഞില്ല, അതിന്റെ പേരിലാണ് ഞങ്ങൾ കുടുംബത്തിൽ അടി ഉണ്ടാവുന്നത്. അപ്പൊ സർപ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സമ്മാനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ ആര് കൊണ്ട് തന്നാലും ഞാൻ സന്തോഷത്തോടെ സന്തോഷപൂർവ്വം സ്വീകരിക്കും. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് തരട്ടെ? റെഡി? കുറെ ഉണ്ടോ ഇപ്രാവശ്യം? യെസ്. അപ്പൊ ആദ്യമായി നമ്മൾ സാൽപിഡോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇത് കംപ്ലീറ്റ്ലി ഒരു മലേഷ്യൻ ബ്രാൻഡാണ്. ഓക്കെ. ആൻഡ് ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ഒരു സ്പോർട്സ് പേഴ്സൺ ആണ്. ചെയ്യാൻ പറ്റും? മലയാളിയാണ്. മലയാളി സ്പോർട്സ് പേഴ്സൺ. IM വിജയൻ സാറാണോ? ക്രിക്കറ്ററാണ്. സഞ്ജു. വലിയ ഓപ്ഷൻ ഇല്ലാത്തോണ്ട് കുഴപ്പമില്ലല്ലോ. അതെ അതെ. പിന്നെ അതല്ല, പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ബ്ലാങ്ക് ആയി പോയി. ശരി, ഓക്കെ. അദ്ദേഹം. അപ്പൊ ഇത് എന്താണ്, സ്പോർട്സ് റിലേറ്റഡ് എന്തെങ്കിലും ആണോ? സ്പോർട്സ് റിലേറ്റഡ് അല്ല. അപ്പൊ ഇതൊന്ന് എടുത്ത് നോക്കിക്കോ എന്താണ് ഇഷ്ടപ്പെട്ടെങ്കിൽ. എനിക്ക് ഉപയോഗപ്പെടുന്ന, ഇത് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചോടാം. എനിക്ക് ഉപയോഗപ്പെടുന്ന എന്തെങ്കിലും ആയിരിക്കും. തീർച്ചയായിട്ടും. ഇത് ഞങ്ങൾ തരുന്ന ഗിഫ്റ്റ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഗിഫ്റ്റുകളായിരിക്കും. നോ വറി. ഒരു ഡൗട്ടും ഇല്ല. അല്ലെങ്കിൽ ഞാൻ ശംഭുവിനെ. ഒരു കുഴപ്പമില്ല. അയ്യോ വേണ്ട, ഇനിയും കാണുന്നതാണുണ്ട്. സ്പീക്കർ ആണല്ലേ? പോർട്ടബിൾ. അതെ അതെ, ഇത് എനിക്ക് വളരെ ഉപയോഗപ്പെടും. കാരണം നമ്മൾ ഡാൻസ് ഷോസിനൊക്കെ പോകുമ്പോഴേ തീർച്ചയായിട്ടും ഇത് ആവശ്യമാണ്. പല സമയത്തും ആവശ്യമായിട്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കും ഇത്ര നാൾ ഇതൊന്നും ഇല്ലേന്ന്. ഉണ്ട്, പക്ഷെ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗപ്രദമാണല്ലോ. അതെ അതെ അതെ. അപ്പൊ എന്തായാലും അത് അടിപൊളി. റിഹേഴ്സൽ. പിന്നെ നമ്മള് ചില സമയത്ത് പോകുന്ന ആ സ്റ്റേജിൽ റിഹേഴ്സലിന് അവിടുത്തെ സ്പീക്കറൊന്നും അങ്ങനെ പെട്ടെന്ന് ചില സെറ്റ് ആവില്ല. അടിപൊളി. ഇഷ്ടപ്പെട്ടു. താങ്ക് യു.